ഈ കാർ ഓർഡർ ചെയ്ത ഈ ടെന്നിച്ചോ സമയം നീ നേരത്തെ ഒരു പരിപാടി കാണിച്ചില്ല ആ സ്പീക്കർ ഇറങ്ങിയിരുന്നത് അത് അടിപൊളിയായിരുന്നടാ മാസ് താങ്ക്സ് അലി. $500 അതെന്റെ ആയിരുന്നു 450 ഉണ്ടായിരുന്നു. ഓക്കെ മോനെ എന്താ ഇത് സെറ്റപ്പ് ആണോ? ചേട്ടാ ഇത് BMW യെല്ലോ കളർ. ഇത് സെറ്റപ്പ് ഗിയർ ബോക്സ് ആണോ എന്ന്? ചേട്ടാ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ചവിട്ടി കൊടുത്ത He doesn't know. He doesn't know. അത് ആ സൈഡിൽ ഇരിപ്പുണ്ട്. വണ്ടി നേരെ എയർപോർട്ടിലേക്ക് വിട്. വിനീതേട്ടാ ഞങ്ങളുടെ പരിപാടി. എന്റെ പരിപാടി മൊത്തം ഇവിടെ പാളിയിരിക്കാം. എയർപോർട്ടിൽ വേണ്ട, ഒരു തേങ്ങ വേണ്ട. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടും. ചേട്ടാ അങ്ങനെ പറയില്ലേ പ്ലീസ്. എന്നെ നിർബന്ധിക്കണം. ഷാനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ചെറുക്ക. വിനീതേട്ടാ അങ്ങനെ പറയല്ലേ. ഞങ്ങളുടെ മാഗസിൻ പ്രകാശനം പ്രോഷോ കേട്ടിപ്പിടിയടാ. വിനീതേട്ടനൊന്ന് ആലോചിച്ച് നോക്കി. മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ നിവിൻ പോളി പരിപാടി നടത്താൻ പറ്റാതെ ഇതേ അവസ്ഥയിൽ നിന്നല്ലേ. ചേട്ടനത് മനസ്സിലാവുമല്ലോ അല്ലേ? ഈ പരിപാടി നടത്തില്ലെങ്കിൽ അവിടുത്തെ പിള്ളേരെല്ലാം കൂടെ എന്നെ അടുത്തോട്ട് കൊടുക്കും. കൈ ഒഴിയരുത് പ്ലീസ്. വേണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ കൂടുതൽ തരാം. 2.5. എനിക്കെത്ര? 1 പറ്റില്ല. 1.5 ഫിക്സ്ഡ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഷാനിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. പരിപാടി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അങ്ങ് തരുന്നു. നേരത്തെ പറഞ്ഞ എന്തോടെ പിടിച്ച് ഞെട്ടിക്കും മറ്റേ ഇസട്ട്. അതെ ഇതൊക്കെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്. നിന്റെ അടുത്ത പടത്തിലുള്ള എന്താണ് വർക്കായിരുന്ന ഇത്? അല്ലാ ദേവി ഉഗ്രകോപി തന്നെ. ഇത് സംഭവം എന്തു ഇതായിരുന്ന എണ്ണ തീർന്നു വേടാ. നീ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചത്? $230. പെട്രോൾ അടിച്ചിട്ടുള്ള പൊട്ടാതെ ചേസിന് വന്നിരിക്കുന്നത്. ഈ റേറ്റ് കൊണ്ടാണ് പകുതി ബുദ്ധിമുട്ടിയായിരുന്നല്ലോ. സമയം ഒരുപാട് വൃത്തിയോടെ സംസാരിക്കരുത്. നിനക്കൊണ്ട് എന്തൊക്കെയാണ് രമിച്ച ചെയ്തത്? ചിറക് വിരിച്ചില്ലേ, വീശി അടിച്ചില്ലേ, കുത്തി പറഞ്ഞാടാ ഞാൻ. സുച്ചറിയത്തോടെ ഞാൻ പാട്ടൂരിടൂല. ഞാനാണ് എക്കണോമിയിൽ ഓടുന്ന വണ്ടിയാണ് ഇത്. എക്കണോമിയിൽ